ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. അപ്പോൾ ഇന്നും നമ്മൾ ഹോട്ട് ടോപ്പിക്സിൻ്റെ വീഡിയോയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് സ്വരാജ് ട്രോഫി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്വരാജ് ട്രോഫി. മികച്ച ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിക്കൊക്കെ നമ്മുടെ കേരള സർക്കാർ കൊടുക്കുന്ന ഒരു അവാർഡാണിത്, സ്വരാജ് ട്രോഫി. അപ്പോൾ ഈ സ്വരാജ് ട്രോഫി 2022-23 ആ വർഷത്തെയാണ്. പക്ഷെ ഇത് 2024 ഇത് പ്രഖ്യാപിച്ചത്. ഓക്കെ, 2024 പ്രഖ്യാപിച്ചത്. 2022-2023 വർഷത്തെയാണ്. പക്ഷെ ഇത് പ്രഖ്യാപിച്ചത് 2024. ഓക്കെ, അപ്പൊ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതായിരുന്നു? തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തായിരുന്നു മികച്ച ജില്ലാ പഞ്ചായത്ത്. രണ്ടാമത്തെ ജില്ലാ പഞ്ചായത്ത് കൊല്ലം ജില്ലാ പഞ്ചായത്തായിരുന്നു. ഓക്കെ, അപ്പോ മികച്ച ജില്ലാ പഞ്ചായത്തിലെ 1ാം സ്ഥാനം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനും 2ാം സ്ഥാനം കൊല്ലം ജില്ലാ പഞ്ചായത്തിനുമാണ് ലഭിച്ചത്. ഇനി 1ാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ആദ്യം നമ്മൾ പറഞ്ഞത് ജില്ലാ പഞ്ചായത്താണ്. ഇനി ഗ്രാമപഞ്ചായത്ത് അത് ഏതാണ്? വലിയ പറമ്പ. എവിടെയാണ്? കാസർഗോഡാണ്, കാസർഗോഡ്. ഇനി മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത് 3 ഉണ്ട്. നീലേശ്വരം, പെരുമ്പടപ്പ്, വൈക്കം. നീലേശ്വരം എവിടെയാണ്? കാസർഗോഡ്. പെരുമ്പടപ്പ് മലപ്പുറം, വൈക്കം കോട്ടയം. അപ്പൊ മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകൾ 3 ഇനി മികച്ച മുനിസിപ്പാലിറ്റി തൃശ്ശൂർ മുനിസിപ്പാലിറ്റി ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ്. എവിടെയാണ്? തൃശ്ശൂരാണ്. മികച്ച മുനിസിപ്പാലിറ്റി ഏതാണ്? ഗുരുവായൂരാണ്. എവിടെയാണ്? തൃശ്ശൂരാണ്. ഇനി 2ാം സ്ഥാനം കിട്ടിയതും തൃശ്ശൂർ തന്നെയുള്ള വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിക്കാണ്. 3ാം സ്ഥാനം ലഭിച്ചത് ആന്തൂർ, കണ്ണൂരാണ്. എവിടെയാണ്? ആന്തൂർ, കണ്ണൂരാണ്. ഓക്കെ, അപ്പം മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂരാണ് 1ാം സ്ഥാനം. 2ാം സ്ഥാനം ലഭിച്ചത് വടക്കാഞ്ചേരി. 3ാം സ്ഥാനം ലഭിച്ചത് ആന്തൂരാണ്. ഇനി മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരമാണ്. അപ്പൊ മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടു. മികച്ച ഗ്രാമപഞ്ചായത്ത് നമ്മൾ കണ്ടു. ഏതാണ്? വലിയ പറമ്പയാണ് മികച്ച ഗ്രാമപഞ്ചായത്ത് 1ാം സ്ഥാനം നേടിയത്. ബ്ലോക്ക് പഞ്ചായത്ത് നീലേശ്വരം, പെരുമ്പടപ്പ്, വൈക്കമാണ്. മുനിസിപ്പാലിറ്റി ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ്. മികച്ച കോർപ്പറേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. അപ്പൊ ഷുവറായിട്ട് ഓർത്തിരിക്കും, എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇനി ഇതിന്റെ പ്രൈസ് എങ്ങനെയാന്ന് വിചാരിച്ചാൽ 1ാം സ്ഥാനം നേടുന്നവർക്ക് 50 ലക്ഷം രൂപയും സ്വരാജ് ട്രോഫിയും സാക്ഷ്യപത്രവുമാണ് ലഭിക്കുന്നത്. 2ാം സ്ഥാനത്ത് എത്തുന്നവർക്ക് 40 ലക്ഷവും 3ാം സ്ഥാനത്ത് എത്തുന്നവർക്ക് 30 ലക്ഷം രൂപയുമാണ് എന്ത് പുരസ്കാര തുക എന്ന് പറയുന്നത്. 50, 40, 30 ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അതും ഓർത്തിരിക്കുക. ഇനി അടുത്തൊരു പുരസ്കാരമാണ് മഹാത്മാ പുരസ്കാരം 2022-23. ഇമ്പോർട്ടന്റ് ആണ്, ഇതും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാന തലം ബ്ലോക്ക് പഞ്ചായത്താണ്. 1ാം സ്ഥാനം പെരുങ്കടവിള, തിരുവനന്തപുരം. ഓക്കെ, 2ാം സ്ഥാനം അട്ടപ്പാടി, പാലക്കാട്. 3ാം സ്ഥാനം കന്നിക്കുഴി, ആലപ്പുഴ. അപ്പൊ ഓർത്തിരിക്കുക, മഹാത്മാ പുരസ്കാരം മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാന തലം 1ാം സ്ഥാനം പെരുങ്കടവിള, തിരുവനന്തപുരം. 2ാം സ്ഥാനം അട്ടപ്പാടി, പാലക്കാട്. 3ാം സ്ഥാനം കന്നിക്കുഴി, ആലപ്പുഴ. ഓക്കെ, അപ്പൊ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്. ഇനി ഇവിടെ എന്താണ്? മികച്ച ഗ്രാമപഞ്ചായത്ത് ഉണ്ട്. ഏതാണ്? 1ാം സ്ഥാനം വെള്ളറട, തിരുവനന്തപുരമാണ്. 2ാം സ്ഥാനം എടപ്പാൾ, മലപ്പുറമാണ്. 3ാം സ്ഥാനം കള്ളിക്കാട്, തിരുവനന്തപുരമാണ്. ഓക്കെ, അപ്പൊ മികച്ച ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന തലം 1ാം സ്ഥാനം വെള്ളറട, തിരുവനന്തപുരം. 2ാം സ്ഥാനം എടപ്പാൾ, മലപ്പുറം. 3ാം സ്ഥാനം കള്ളിക്കാട്, തിരുവനന്തപുരം. ഓക്കെ, കള്ളിക്കാട്, തിരുവനന്തപുരം. 4ാം സ്ഥാനം പുത്തൂർ, പാലക്കാട്. ഏതാണ്? പുത്തൂർ, പാലക്കാടിനാണ് 4ാം സ്ഥാനം. ഇനി മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം 2022-23. അപ്പൊ നമ്മൾ ഇപ്പൊ കണ്ടത് ഏതാണ്? മഹാത്മാ പുരസ്കാരമാണ് ഇപ്പൊ കണ്ടത് 2022-23. അടുത്തതാണ് മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം 2022-23. കോർപ്പറേഷൻ സംസ്ഥാന തലം ഏതാണ്? 1ാം സ്ഥാനം കൊല്ലമാണ്. കോർപ്പറേഷൻ 1ാം സ്ഥാനം കൊല്ലമാണ്. മുനിസിപ്പാലിറ്റി സംസ്ഥാന തലം 1ാം സ്ഥാനം വടക്കാഞ്ചേരി, തൃശ്ശൂരാണ്. കൺഫ്യൂഷൻ ആയി പോകരുത്. സ്വരാജ് ട്രോഫിയില് വടക്കാഞ്ചേരി തൃശ്ശൂരിന് 2ാം സ്ഥാനമാണ്. ഓക്കെ, അയ്യങ്കാളി ഇതിലേക്ക് വരുമ്പോൾ മുനിസിപ്പാലിറ്റികളിൽ 1ാം സ്ഥാനം വടക്കാഞ്ചേരിക്കാണ്. 2ാം സ്ഥാനം വൈക്കം, കോട്ടയമാണ്. സ്വരാജില് 3ാം സ്ഥാനമായിരുന്നു
കോട്ടയം വൈക്കം കോട്ടയത്തിന് മുനിസിപ്പാലിറ്റിയിൽ കിട്ടിയത്. അപ്പൊ കോർപ്പറേഷൻ കൊല്ലമാണ്, അവിടെ കോർപ്പറേഷൻ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരമായിരുന്നു സ്വരാജ് ട്രോഫി. കൺഫ്യൂഷൻ ആയി പോകരുത്. മുനിസിപ്പാലിറ്റിയിൽ സംസ്ഥാന തലം 1ാം സ്ഥാനം ലഭിച്ചത് വടക്കാഞ്ചേരിക്കും 2ാം സ്ഥാനം കിട്ടിയത് വൈക്കത്തിനുമാണ്. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻ ആയി പോകരുത് കേട്ടോ. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരവും സ്വരാജ് ട്രോഫി കൂടെ കൺഫ്യൂഷൻ ആയി പോകരുത്. ഇനി അടുത്തതാണ് നമ്മുടെ തൊഴിൽ ഉറപ്പ് പദ്ധതി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് തൊഴിൽ ഉറപ്പ് പദ്ധതി. ഇതിന്റെ വേതനം അത് എപ്പോഴും PSC ചോദിക്കുന്നതാണ്, വേതനം. അപ്പൊ ഷുവറായിട്ട് ഇത് പഠിച്ചിരിക്കുക. ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഹരിയാനയാണ്, 374 രൂപയാണ്. ഗോവ 356ഉം നമ്മുടെ കേരളത്തിന്റെ ഓർത്തിരിക്കുക 346ഉമാണ്. അപ്പൊ 3ാം സ്ഥാനത്താണ് കേരളം വരുന്നത്. ഇത് കഴിഞ്ഞാൽ കർണാടകയാണ്. ഏറ്റവും കുറവ് ലഭിക്കുന്നത് നാഗാലാൻഡും അരുണാചൽ പ്രദേശുമാണ്. പ്രതിദിന വർധനവ് ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഗോവയിലാണ്, 34. ഈ ഇടയ്ക്ക് നമ്മുടെ കേരളത്തിന്റെ ആണെന്ന് തോന്നുന്നു 22 രൂപയാണോ 11 രൂപയാണോ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ പ്രാവശ്യം 2024 നടത്തിയ 2 എക്സാമിൽ അത് ചോദിച്ചായിരുന്നു. ഞാനത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഞാനത് താഴെ കമന്റ് ആയിട്ട് ഇട്ടേക്കാം. ഓക്കെ, അപ്പൊ ഈ ഇടയ്ക്ക് അത് വർദ്ധിപ്പിച്ച് നമ്മുടെ 2 പരീക്ഷയ്ക്ക് ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ തൊഴിലുറപ്പ് പദ്ധതി ഇതിന്റെ വേതനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. തൊഴിലുറപ്പ് പദ്ധതിയും ഇമ്പോർട്ടന്റ് ആണ്, വേറൊരു ക്ലാസ് ചെയ്യാം. ഞാനിപ്പോ ജസ്റ്റ് വേതനമാണ് പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്, 374 രൂപയാണ്. 2ാം സ്ഥാനം ഗോവയാണ്, 3ാം സ്ഥാനം നമ്മുടെ കേരളമാണ്, 4ാമത്തെ കർണാടകയാണ്. ഏറ്റവും കുറവ് ലഭിക്കുന്ന നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, ആ ഒരു ഭാഗത്തേക്ക് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലേക്ക് പോകണം. പ്രതിദിന വർധനവ് ഈ ഇടയ്ക്ക് സംഭവിച്ചിട്ടുണ്ടായത്. അതിൽ ഏറ്റവും കൂടുതൽ വർധനവ് ഉണ്ടായത് ഗോവയിലാണ്. അപ്പൊ ഇത് ഷുവറായിട്ടും ഓർത്തിരിക്കുക. ഈ സ്വരാജ് ട്രോഫി എക്സാമിന് ചോദിക്കാറുള്ളതാണ്. 1ാം സ്ഥാനം 2ാം സ്ഥാനം ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. ഈ അയ്യങ്കാളി മഹാത്മാ പുരസ്കാരം സ്വരാജ് ട്രോഫി തമ്മിൽ കൺഫ്യൂഷൻ ആയി പോകരുത്. കാരണം മുനിസിപ്പാലിറ്റി വരുമ്പോൾ സ്വരാജ് ട്രോഫിയിൽ ഗുരുവായൂരാണ്, 2ാം സ്ഥാനമാണ് വടക്കാഞ്ചേരിക്ക്, 3ാം സ്ഥാനമാണ് വൈക്കത്തിനും വരുന്നത്. പക്ഷെ അയ്യങ്കാളി മഹാത്മാ പുരസ്കാരത്തിലേക്ക് വരുമ്പോൾ 1ാം സ്ഥാനം വടക്കാഞ്ചേരിക്കും 2ാം സ്ഥാനം വൈക്കത്തിനുമാണ്. അപ്പൊ കൺഫ്യൂഷൻ ആയി പോകരുത്. പഠിക്കുമ്പോൾ നിങ്ങളുടേതായ എന്തെങ്കിലും കോഡൊക്കെ വെച്ച് പഠിക്കാം. അപ്പൊ സ്വരാജ് ട്രോഫി വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ തൊഴിൽ ഉറപ്പ് വേതനം അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. ഈ വർഷം തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷുവറായിട്ട് ഇത് പഠിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.